ഹലോ, നമസ്കാരം. പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് ഓർത്തു കേട്ടോ. വൈകുന്നേരമല്ല, രാത്രിയായിട്ടുണ്ട്. ഞാൻ ഒരു 7 മണി 7:15 ആവും വീട്ടിലെത്താനായിട്ട്. വന്നപ്പോൾ നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെ കുറച്ച് കൊഴിഞ്ഞെടുക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇന്നെന്താണെന്നറിയില്ല, ഒരു ക്ഷീണം പോലെ. വെള്ളം കൂടി പൊതുവെ എനിക്ക് കുറവാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. വന്ന പാടന്നെ നമുക്ക് ഒരുപാട് കഥകൾ കേൾക്കാനുണ്ടാവും. നേദിക്കിൻ്റെയും വേദിക്കിൻ്റെയും വക സ്കൂളിലെ വിശേഷങ്ങളും ബസ്സിലെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും അവർക്ക്. അവരിങ്ങനെ മത്സരിച്ച് മാറി മാറി ഇങ്ങനെ കഥകൾ പറയും. ഞാൻ രാവിലെ അടിച്ചു വാരാറുണ്ട്, എന്നാലും വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി അടിച്ചു വാരി കഴിഞ്ഞാൽ ഒരു സുഖമാണ്, മനസ്സിനും സുഖമാണ്. നമുക്ക് കാണുമ്പോഴും ഒരു ഭയങ്കര നീറ്റായിട്ട് ഫീൽ ചെയ്യും. ഒരു വത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ, ഞാനതെടുത്ത് മുറിക്കുകയാണ്. ഏട്ടന്ന് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരും മാത്രമേ ഉള്ളൂ. ഞാൻ മുറത്തിൽ വെച്ചിട്ട് മുറിക്കുകയാണ് കേട്ടോ. മുറത്തിൽ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ വെള്ളം അവിടെ ഒന്നും ആവില്ല. ഒരു ഉറുമ്പ് എങ്ങനെയായാലും നമ്മൾ നീറ്റാക്കിയാലും ഉറുമ്പ് ഇങ്ങനെ വരും. ഇതാവുമ്പോൾ നമ്മൾ ആ മുറ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആകെ മൊത്തം ഒരു നീറ്റായി. ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ടാണ് മുറിക്കുക കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാനും സുഖമാണ്. കഴിക്കുന്ന സമയത്തും അതിൻ്റെ വെള്ളമൊന്നും അവിടെ ഒന്നും അധികം ആവില്ലല്ലോ. മറ്റേത് നമ്മൾ ഈ കടിച്ച് കഴിക്കുന്ന സമയത്ത് എങ്ങനെയാലും കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മേശൻ്റെ മുകളിലൊക്കെ ആവും. ഇതാകുമ്പോൾ നല്ല നീറ്റായിട്ട് അവർക്ക് എളുപ്പത്തിൽ കഴിക്കാനും പറ്റും. നേദിക്കിന് പൊതുവേ വത്തൊക്കെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അങ്ങനെ കഴിക്കും. വേദിക്ക് കഴിച്ചോളും, അവന് കുറച്ചൊക്കെ ഇഷ്ടമുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ സമയം കൂടെ കുറച്ചുകൂടി കഥകളൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ പരീക്ഷേൻ്റെ കാര്യങ്ങളും പഠിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഡെയിലി ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്താലാണ് അവരൊന്ന് മോട്ടിവേറ്റ് ആവുക. അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്ക് തന്നെ അതൊക്കെ മറക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. ഇനി തൂങ്ങാനൊക്കെ ഉള്ള പരിപാടിയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഉന്തി പറഞ്ഞയച്ച് വീണ്ടും പഠിക്കാൻ പോയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.